ഹലോ ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാൾസ് ബുക്കോസ്കി എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്ററിൻ്റെ നമുക്ക് ഇംഗ്ലീഷിലെ എസിയിൽ പഠിക്കാനുള്ള ചാപ്റ്ററാണ്. ഒരു സമ്മറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ അതൊരു യൂട്യൂബ് വീഡിയോ ആണ്. അപ്പോൾ അതിനകത്ത് പറയുന്ന സമ്മറീസ്, ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള സമ്മറീസിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയോടൊപ്പം തന്നെ അതിൽ നോട്ട്സിനുള്ളൊരു ലിങ്കും ഞാൻ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് നോട്ട്സിൽ സമ്മറിയും അതുപോലെ ആൻസേർഡ് ക്വസ്റ്റ്യൻസും അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, സോ ചാൾസ് ബുക്കോസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജർമ്മൻ അമേരിക്കൻ റൈറ്ററാണ്. ഓക്കെ, ചാൾസ് ബുക്കോസ്കിയുടെ ഓർഡിനറി മാഡ്നസ് ഓഫ് ചാൾസ് ബുക്കോസ്കി എന്ന ചാപ്റ്ററാണ്. സോ ഇത് പബ്ലിഷ് ചെയ്തത് 18 മാർച്ച് 1995 ഇതിൽ പറയണത് എന്താണ്, ഇവരുടെ അമേരിക്കയിൽ വളർന്നു വന്നിട്ടുള്ള, ഇവർ ജർമ്മനിയിൽ ജനിച്ചിട്ട് അമേരിക്കയിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളാണ്. നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ അത് നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ അമേരിക്കയിൽ വളരുമ്പോൾ ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന കുറേ ചാലഞ്ചുകൾ, അതുപോലെ തന്നെ ഇവരുടെ ലൈഫിൽ ഇവരുടെ ഫാദറിൻ്റെ ഭാഗത്തുനിന്ന് ഫേസ് ചെയ്യേണ്ടി വന്ന കുറേ എന്താ പറയുക പ്രോബ്ലംസ്, ഇയാൾ പുറത്ത് ആളുകളായിട്ട് ഇടപഴകാൻ മടിച്ചത്, അങ്ങനെ ഒരു ഇൻട്രോവേർട്ട് സ്വഭാവത്തിലാണ് ഇയാൾ വളർന്നത്. അപ്പോൾ അവരുടെ ഒരു ഏലിയനേറ്റഡ് നേച്ചർ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയണത്. നമ്മുടെ ടെക്സ്റ്റിൽ ഇൻട്രൊഡക്ഷൻ തന്നെ നന്നായിട്ട് പഠിച്ചാൽ മതി, സമ്മറി പോലെ അറിഞ്ഞിരിക്കാൻ. ഈ പറയണത് അതിൻ്റെ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ള സമ്മറിയാണ്. ഓക്കെ, so it presents the life observation about the self-proclaimed dirty old man of American literature who lived a life marked with excess struggle. ഒരുപാട് സ്ട്രഗിളുകൾ കൊണ്ട് ജീവിച്ചിരുന്ന ഒരു മാൻ, അല്ലെങ്കിൽ അയാളെ കോമൺ ആയിട്ട് വിളിച്ചിരുന്ന, അയാളെ വിളിച്ചിരുന്ന ഒരു പേരാണ് ഡേർട്ടി ഓൾഡ് മാൻ. അതായത് ഞാനൊരു കോമൺ മാൻ അല്ല, ഞാനൊരു പെർഫെക്റ്റ് മാൻ അല്ല, ഞാനൊരു ലേസി ആയിട്ടുള്ള, ഡേർട്ടി ആയിട്ടുള്ള, നിങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കാത്തൊരു മനുഷ്യനാണെന്ന് സ്വയം അയാളെ ടേം ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിൽ പറയുന്നുണ്ട് ആൾ പുറത്തുള്ള നെയ്ബേഴ്സായിട്ടൊന്നും സംസാരിക്കാറില്ല, കാരണം അയാൾ സംസാരിക്കുന്ന ഭാഷ ജർമ്മനായിട്ട് മിക്സ്ഡ് ആണ്. അപ്പോൾ ആളുകൾ എപ്പോഴും അയാളെ ജഡ്ജ് ചെയ്യും. അങ്ങനെ ഒരു പേടിയുള്ളതുകൊണ്ട് അയാൾ ആളുകളോട് സംസാരിക്കാണ്ടായി. അപ്പോൾ ആളെ വിളിക്കുന്നത് ഒരു ഡേർട്ടി ഓൾഡ് മാൻ, എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തൊരു മനുഷ്യനാണ് എന്നുള്ളൊരു പേരിലാണ്. പക്ഷേ അയാളുടെ വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കുകളാണ് ചാൾസ് ബുക്കോസ്കിയുടെ ഒട്ടുമിക്ക വർക്കുകളും. ഓക്കെ, നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അയാളുടെ ലൈഫിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ടാവും. ദെൻ സോ അമേരിക്കൻ ലിറ്ററേച്ചറിൽ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്ത് ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയായിരുന്നു. അമേരിക്കയിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. അപ്പോൾ എഴുതിയതെല്ലാം അമേരിക്കൻ ലിറ്ററേച്ചർ അണ്ടറിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഹി സ്പെൻഡ് 2 decades in the fringes of society and another 10 years of post office working as mail sorter. അവർ മെയിൽ സോർട്ടറായിട്ട്, അതായത് കത്തുകൾ, പോസ്റ്റ് ഓഫീസിൽ കത്തുകൾ സോർട്ട് ചെയ്യുന്ന ആളായിട്ടാണ് അവർ 10 വർഷം വർക്ക് ചെയ്തിരുന്നത്. പിന്നെയാണ് അവർ 50-ാമത്തെ വയസ്സ് വരെ ഒരു ഫുൾ ടൈം റൈറ്ററായിട്ട് അവർ ജോലി കിട്ടിയത്. ഓക്കെ, സോ അതിൻ്റെ സമയത്താണ് ഇവർ ഏറ്റവും കൂടുതൽ വർക്കുകളൊക്കെ എഴുതിയിട്ടുള്ളത്. സോ ആളുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ലൈഫൊന്നുമല്ല, ഒരു സാധാ ആളുകളുടെ ലൈഫാണ്. ഒരു കോടീശ്വരനോ അല്ലെങ്കിൽ കാശ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മനുഷ്യനോ അങ്ങനെയൊന്നും അല്ല. ഓക്കെ, അതാണ് ആൾ പറഞ്ഞിട്ടുള്ളത്, ഞാനൊരു ബോറിംഗ് ലൈഫ് ജീവിക്കുന്ന ഒരാളാണെന്നൊക്കെ ആളുടെ കുറേ കോഡ്സിലൊക്കെ പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. So, it is also understood that by the time of his death at the age of 73, he was transformed into a wealthy man and a cult figure among the Hollywood's boisterous elite. അതുപോലെ തന്നെ ഇയാൾ 73-ാം വയസ്സൊക്കെ ആകുമ്പോഴാണ് അയാൾ എഴുത്തുകൊണ്ട് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറിയത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ബോയിസ്റ്ററസ് എലൈറ്റ് ക്ലാസ്, അതായത് നമ്മൾ പറയില്ലേ കുറച്ച് എന്താ പറയുക റിച്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിച്ച് ആണ്, മിഡിൽ ക്ലാസ്സിൻ്റെ മുകളിലുള്ള അങ്ങനെ ഒരു ക്ലാസ്സിലേക്ക് മെല്ലെ ഇയാളൊരു 73 വയസ്സിന് ശേഷമാണ് വന്നത്. ദെൻ ഇയാൾ മരിച്ചത് ലുക്കീമിയ വന്നിട്ടാണ്. ഓക്കെ, അതും ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഇനി ഈ ഡോക്യുമെൻ്ററിയിൽ പറയുന്ന കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ, ഡോക്യുമെൻ്ററി ഫീച്ചേഴ്സ് ബുക്കോസ്കീസ് ലൈഫ് ആൻഡ് വർക്ക് ക്രോണിക്കിൾഡ് ബൈ ഹിസ് ഫ്രണ്ട്സ് സച്ച് ആസ് സീൻ പെൻ ആൻഡ് ഡയറക്ടർ ബാർബ്രറ്റ് ഷ്രോഡർ. ഓക്കെ, ഈ രണ്ടാളുകളുടെ ഒരു അഭിപ്രായത്തിൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വേറെ ആളുകൾ ഇയാളെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്, എന്നിട്ട് ഇയാളുടെ പഴയ ഇൻ്റർവ്യൂസും ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടാളുകളുടെ ഒപ്പീനിയനിൽ ഇയാളെ കുറിച്ചിട്ടുള്ള ഒപ്പീനിയൻസ് പറയുന്നതായിട്ടുള്ളൊരു രീതിയിലാണ് ഈ ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ സീൻ പെന്നും ബാർബ്രറ്റ് ഷ്രോഡർ, ഇവർ രണ്ടുപേരും പെർസ്പെക്റ്റീവിലാണ് ഈ ഡോക്യുമെൻ്ററിയിൽ പറയണത്. Then it brings forth some of the candid interviews with Bukowski which characterizes strong imagery and robust language. അതുപോലെ തന്നെ ഇയാളായിട്ടുള്ള ഇൻ്റർവ്യൂസ്, ഓക്കെ, ഈ രണ്ടാളുകൾ ഇയാളെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഇയാളെ കുറിച്ചിട്ടുള്ള ഇൻ്റർവ്യൂസ് അവിടെ ഇവിടെയൊക്കെ കാണിച്ചിട്ട് അവരുടെ കാൻഡിഡ് ആയിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് കാണിച്ചിട്ട് ഇയാളുടെ ലൈഫിനെ കുറിച്ചിട്ട് പറഞ്ഞു തരുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഓർക്കുക കേട്ടോ, ഇത് വെറും സമ്മറിയാണ്. യൂട്യൂബ് വീഡിയോ അതിൻ്റെ ടെക്സ്റ്റിലെ കോഡ് സ്കാൻ ചെയ്തിട്ട് തന്നെ കാണണം.
The documentary also illustrates raw and unfiltered realistic approach of Bukowski towards life and literature. അതുപോലെ തന്നെ ഇയാളുടെ ലിറ്ററേച്ചറിനോടുള്ള അപ്രോച്ച് അതിനെ കുറിച്ചിട്ടും ഈ ഡോക്യുമെൻ്ററിയിൽ പറയുന്നുണ്ട്. ഭയങ്കര അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച്. അൺഫിൽറ്റേർഡ് ആൻഡ് റിയലിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സിനിമകളിൽ കാണുമ്പോൾ സിനിമകളിൽ ഫാമിലികൾ കാണുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. സിനിമ എന്ന് പറഞ്ഞ ഒരു ലിറ്ററേച്ചറാണ്. സിനിമയിൽ ഫാമിലിയിൽ ചിലപ്പോൾ ഭയങ്കര കെയറിങ് ആയിട്ടുള്ള അച്ഛനായിരിക്കും, കെയറിങ് ആയിട്ടുള്ള അമ്മയായിരിക്കും, നമ്മൾ പറഞ്ഞാൽ എന്തിനും ഹെൽപ്പ് ചെയ്യുന്ന ബ്രദറോ സിസ്റ്ററൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റാം. പക്ഷെ റിയാലിറ്റിയിൽ അങ്ങനെ ആവണമെന്നില്ല. ഓക്കെ, ചിലപ്പോൾ റിയാലിറ്റിയിൽ അച്ഛൻ ഭയങ്കര ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും വിഷമങ്ങളും തരുന്ന ഒരാളായിരിക്കാം. അല്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ മൈൻഡ് ചെയ്യാത്ത രീതിയിലുള്ള അമ്മ ക്യാരക്ടറായിരിക്കാം, കെയർ ചെയ്യാത്ത രീതിയിലുള്ള, വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലുള്ള പാരൻസ് ആയിരിക്കാം. സോ അതാണ് റിയാലിറ്റിയാണ് ഇയാൾ എഴുതിയിട്ടുള്ളത്, അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള റിയാലിറ്റി. അയാളുടെ ലിറ്ററേച്ചർ വായിച്ചു കഴിഞ്ഞാൽ റിയൽ ലൈഫ് വായിക്കണ പോലെയാണ്, ഫേക്ക് ആയിട്ടൊന്നും ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് തോന്നില്ല. ഓക്കെ, സോ അതായിരുന്നു ആളുടെ സ്റ്റൈല്. അതുപോലെ തന്നെ ഈ ഒരു ഡോക്യുമെൻ്ററി ഇനീഷ്യൽ പാർട്ടിൽ ഇവരുടെ കുറച്ച് ബുക്കോസ്കീസ് കണ്ടംപ്റ്റ് ഫോർ ഹ്യൂമൻ ഇൻട്രാക്ഷൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഇയാൾക്ക് ആളുകൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നത് ഭയങ്കര കണ്ടംപ്റ്റോട് കൂടി, ഭയങ്കര പുച്ഛത്തോട് കൂടിയിട്ട്, ഭയങ്കര മോശത്തോട് ഉള്ളൊരു കാര്യമായിട്ടാണ് ഇയാൾ പരിഗണിച്ചിട്ടുള്ളത്. ഓക്കെ, ഷോയിങ് അവേർഷൻ ടു പീപ്പിൾ അറ്റ് ദ സെയിം ടൈം എക്സ്പ്രസിങ് ഹിസ് പ്രിഫറൻസ് ഫോർ ഐസൊലേഷൻ ആൻഡ് പെറ്റ്സ് ആൻഡ് പ്ലാന്റ്സ്. ഇയാൾ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ മനുഷ്യനായിട്ട് ഇടപഴകിനേക്കാൾ എത്രയോ നല്ലതാണ് ഐസൊലേറ്റഡ് ആയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നതും പെറ്റ്സിനെയും പ്ലാന്റ്സിൻ്റെയും കൂടെ ഇരിക്കുന്നതും. കാരണം ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടമാവും എന്നാണ് ആൾ വിശ്വസിച്ചിട്ടുള്ളത്. ഹിസ് ഡിസ്കംഫർട്ട് ഈസ് പിക്ചറൈസ്ഡ് ത്രൂ ആൻ അനക്ഡോട്ട് ഓഫ് chaotic party where he acts absurdly and which both attracts distractions and gets present in the party. The narrative then describes about a piano player in the bar who performs mechanically without any passion. അതുപോലെ തന്നെ ഇയാളുടെ ആളുകളായിട്ട് ഇടപഴകി ഇരിക്കുന്ന സമയത്തുള്ള ആ ഡിസ്കംഫർട്ട് ഈ ഡോക്യുമെൻ്ററിയിൽ കാണിക്കുന്നുണ്ട്. അതായത് ഒരു പാർട്ടിയുടെ ഉള്ളിൽ ഇയാൾ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇയാൾ ഭയങ്കര അബ്സേർഡായിട്ട് ഇങ്ങനെ ആ പാർട്ടിയിൽ ഇരിക്കുകയാണ്. അതായത് എന്തിനാ അവിടെ ഇരിക്കണം ഈ ആളുകളുടെ ചുറ്റും. അയാൾ കൂടുതലും ഒറ്റയ്ക്ക് ഇരിക്കാൻ താല്പര്യമുള്ള ആളാണ്. അതുപോലെ തന്നെ ആൾക്ക് ഇങ്ങനെ ഡിസ്ട്രാക്ഷൻസ് തീരെ ഇഷ്ടമില്ലാത്ത ആളാണ്. സോ ആ പാർട്ടിയിൽ ഇയാൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന സീന് ഈ ഡോക്യുമെൻ്ററിയിൽ കാണിക്കുന്നുണ്ട്. സോ അത് ഇയാൾ ഒന്ന് വിശ്വസിച്ചിരുന്ന ഒരു കോൺസെപ്റ്റ് ഒന്നാണ്. അതായത് ഹ്യൂമൻ ഇൻട്രാക്ഷൻ മാക്സിമം കണ്ടംപ്റ്റോടുകൂടെ കാണുക. അതായത് അവരായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ കൊണ്ട് അയാൾക്കൊരു ഉപകാരമില്ല ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ഇയാൾ പറയുന്നുണ്ട്, ഇതിന് ഡോക്യുമെൻ്ററിയിൽ തന്നെ പറയുന്നുണ്ട്, ഒരു പിയാനോ പ്ലെയർ. ഓക്കെ, അയാൾക്കൊരു പാഷൻ ഇല്ലാതെ അയാൾ ആ പിയാനോ വായിക്കുന്നൊരു രംഗത്തെ കുറിച്ചിട്ടും ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വായിക്കുമ്പോൾ ഒരാളുടെ ഉള്ളിലൊരു പാഷൻ വേണം. അപ്പോഴാണ് ആ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന സംഗീതത്തിന് ഒരു ജീവൻ ഉണ്ടാവുക. ഇതിപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് ഒരാൾ ഒരു മെക്കാനിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണുകയാണ്. ഓക്കെ, സോ ഇറ്റ് ഓൾസോ റെപ്രസെൻറ്റ്സ് ഹിസ് ട്രോമാറ്റിക് ചൈൽഡ്ഹുഡ്. അതുപോലെ തന്നെ ഇയാളുടെ ചൈൽഡ്ഹുഡ് ഭയങ്കര ട്രോമാറ്റിക് ആയിരുന്നു. ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇൻട്രൊഡക്ഷനിൽ, ഇയാളുടെ ഫാദർ ഭയങ്കരമായിട്ടുള്ള അബ്യൂസിങ് ആയിട്ടുള്ള രീതിയിൽ ഇയാളെ നല്ല രീതിക്ക് തല്ലി വളർത്തുക, അതുപോലെ തന്നെ ചീത്ത പറയുക, വീട്ടിലെ സിറ്റുവേഷനൊക്കെ ഭയങ്കര ദേഷ്യപ്പെടൽ അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു ചൈൽഡ്ഹുഡാണ് ഉണ്ടായിരുന്നത്, ഭയങ്കര പേടിപ്പെടുത്തുന്നത്. ഓക്കെ, then which is depicted as a formative influence on shaping his creative writing. ഇയാളുടെ ക്രിയേറ്റീവ് റൈറ്റിങ്ങിനെ ഷേപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളിൽ ഒന്നായിരുന്നു ആ ചൈൽഡ്ഹുഡിലെ ട്രോമ. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ഫേസ് സിഗ്നിഫൈസ് ഹൗ റൈറ്റിംഗ് ബിക്കംസ് വേ out from materialistic things, which he writes through the poem titled Writing, and later explains about his work history at post office where he struggled to survive for more than a decade. അതുപോലെ തന്നെ ആ ഡോക്യുമെൻ്ററിയുടെ നെക്സ്റ്റ് ഫേസിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇയാളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്നിട്ടും ഇയാൾ എങ്ങനെയാണ് മാറി നിന്നത്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ല, ഇപ്പോൾ വീട്, കാറ്, പണം, ഡ്രസ്സ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഗാഡ്ജറ്റ്, അതൊക്കെയാണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ. അതിൽ നിന്നും ഭയങ്കര ഡിറ്റാച്ച്ഡ് ആയിട്ട് എങ്ങനെയാണ് ഇയാൾ മാറിയത്. ഓക്കെ, അതെല്ലാം പറയുന്നൊരു പോയം. ഓക്കെ, റൈറ്റിംഗ് എന്നാണ് ആ പോയത്തിൻ്റെ പേര്. അപ്പോൾ ആ റൈറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ആ പോയത്തെ കുറിച്ചിട്ട് ഇതിനകത്ത് പറയുന്നതാണ്, ഈ ഡോക്യുമെൻ്ററിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇയാൾ എങ്ങനെയാണ് 10 കൊല്ലം ആ 10 കൊല്ലം ആ പോസ്റ്റ് ഓഫീസിൽ ലെറ്റർ സോർട്ട് ചെയ്തെടുക്കുന്ന ഒരു ജോലി, അതിൽ നിന്നിട്ട് ഇയാൾ എങ്ങനെയാണ് ജീവിച്ചത്, അതും ഈ ഡോക്യുമെൻ്ററിയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെ അറിയേണ്ടതെന്ന് വെച്ചാൽ എല്ലാത്തും ഇതിൽ ഈ വീഡിയോയിൽ പറയണ കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കൂടുതലും അങ്ങനെയാണ് ഇതിനകത്ത് സമ്മറി വന്നിട്ടുള്ളത്. വീഡിയോയിൽ എന്താണോ പറയണത് അയാളുടെ ലൈഫിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്, അല്ലാണ്ട് അയാളുടെ വർക്കിനെ കുറിച്ചിട്ടല്ല കേട്ടോ. Then Bukowski tried to convert his life experience as humor, which he became foundation for his stories. അതുപോലെ തന്നെ
ഇയാളുടെ ലൈഫിൽ ഇയാൾ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ എന്താണ് കുറച്ചുകൂടെ ഫൺ ആയിട്ടുള്ള രീതിയിൽ ഇയാളുടെ സ്റ്റോറീസിൽ പ്രസൻറ്റ് ചെയ്യാണ് ചെയ്തത്. ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഒരു എന്താണ് നല്ലൊരു എൻജോയിങ് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റിയിട്ടാണ് ഇയാൾ സ്റ്റോറി ആക്കിയിട്ട് വിറ്റിട്ട്. ഓക്കെ, ഇറ്റ് ഓൾസോ ടച്ചസ് ഹിസ് പേഴ്സണൽ ലൈഫ് റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് ഡോട്ടർ ആൻഡ് ഹിസ് വൈഫ്. അതുപോലെ തന്നെ ഇവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ടും അവർക്കൊരു ഡോട്ടർ മകളുണ്ട്, അതുപോലെ തന്നെ അവരുടെ വൈഫ്, അവരെ കുറിച്ചിട്ടും ഇതിൽ പറയുന്നുണ്ട്. ഹി tried not to get engaged in celebrity activities like appearing on talk show since he feared losing his soul and becoming a clown-like figure, and it happens with other writers. അതുപോലെ തന്നെ ഇയാൾ ജീവിച്ചിരിക്കുന്ന സമയത്തൊക്കെ മാക്സിമം ഈ സെലിബ്രിറ്റികൾ ചെയ്യുന്ന ആക്ടിവിറ്റികളൊന്നും ചെയ്തിട്ടില്ല. അതായത് ടോക്ക് ഷോയിൽ പോവുക, ഇൻ്റർവ്യൂവിന് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇയാൾ പോയിട്ടില്ല. പറയാൻ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഇയാളൊരു ഇൻട്രോവേർട്ട് സ്വഭാവമുള്ള ആളാണെന്ന്. പക്ഷെ ആൾ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ അത്തരം സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു കലാകാരൻ ആത്മാവ് നഷ്ടപ്പെടുമെന്ന്. ഓക്കെ, സോ ഹീ ഫിയർഡ് ലൂസിങ് ഹിസ് സോൾ. ആത്മാവ് നഷ്ടപ്പെടുമെന്ന് അയാൾ പേടിക്കുകയാണ്. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയിട്ട് അയാൾ എന്നെ ഒരു ക്ലൗണായിട്ട് ബിഹേവ് ചെയ്യുന്ന, ഒരു ക്ലൗൺ ഫിഗറായിട്ട്, ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഒരു ക്ലൗണിനെ പോലെ അവിടെ പോയി അവരുടെ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ട ഗതികേട് എനിക്കില്ല, എനിക്ക് താല്പര്യവുമില്ല. ഓക്കെ, അതാണ് അയാൾ അതുകൊണ്ട് സ്ഥലങ്ങളിലേക്കൊന്നും പോവാഞ്ഞത്. ദെൻ ബുക്കാസ്കി ഈസ് പ്രൊഡക്റ്റഡ് ടു ബി സിനിക്കൽ യെറ്റ് ഹ്യൂമറസ്, സ്ട്രഗ്ലിംഗ് യെറ്റ് റെസിലിയൻറ്റ് and intensely committed to his craft of writing in spite of all the challenges he endured. സോ അയാൾ കോമൺ ആയിട്ട് ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു വ്യക്തി, അതുപോലെ സിനിക്കൽ, അതായത് സൊസൈറ്റിയിലെ കാര്യങ്ങൾ ഉള്ളതുപോലെ പ്രെഡിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉള്ളപോലെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു വ്യക്തി. അതുപോലെ തന്നെ സ്ട്രഗിളിങ് ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഭയങ്കര റെസിലിയൻസ് ഉള്ള ആളാണ്. പ്രോബ്ലംസിൽ നിന്ന് പൊന്തി വരാൻ കഴിവുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഇയാളുടെ ക്രാഫ്റ്റ് ഓഫ് റൈറ്റിങ്ങിലേക്ക് ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളാണ്. അതായത് എന്താണോ ഇയാൾ എഴുതുന്നത് അതിൽ 100% കമ്മിറ്റഡ് ആയിരിക്കും. സോ ഈ ചാലഞ്ചുകൾ, ഈ പ്രശ്നങ്ങൾ, അങ്ങനത്തെ ഇയാളുടെ പ്രോബ്ലംസ്, ഇതൊക്കെ ഇയാൾ എങ്ങനെയാണ് എൻഡ്യൂർ ചെയ്തത്, ഒരു അതിജീവനം ചെയ്ത് മുന്നിലേക്ക് വന്നത്, അതാണ് നമുക്ക് പഠിക്കാനുള്ളതും. ഓക്കെ.